മുറിയൻ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് സിയത്ത് ഇലിഗൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ ഇന്ന് നമ്മളൊരു വലിയ ഒരു കൊളാട്രൽ ഡാമേജ് ആണ് കണ്ടത്. മാർക്കറ്റ് സീവിയറായി ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. പ്രീ മാർക്കറ്റിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തത് 500 പോയിന്റിലെ ഏറെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. പക്ഷേ ഗ്യാപ്പ് ഡൗണിന് ശേഷവും മാർക്കറ്റ് ഫർദറായിട്ടൊന്ന് ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന സമയത്ത് മാർക്കറ്റ് തിരിച്ചു കയറി കുറച്ച് എങ്കിൽ കൂടിയും ആ ഒരു ഫിയർ മാർക്കറ്റിൽ ഇന്നാണ് കുറച്ചും കൂടിയും തീവ്രമായ രീതിയിൽ ഉണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഗ്യാപ്പ് ഡൗൺ 23,700 സപ്പോർട്ട് എടുത്തു. മൾട്ടിപ്പിൾ ടൈംസ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് അവിടെ നിന്ന് ഒരു തിരിച്ചു കയറ്റം 24,000 മുകളിൽ നമുക്ക് നിഫ്റ്റിയിൽ ക്ലോസ് കിട്ടി. പ്രധാനമായിട്ടും ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ, അൾട്രാടെക് സിമെൻറ്റ്, ഐഷർ മോട്ടോഴ്സ്, മാരുതി, ബജാജ് ഓട്ടോ തുടങ്ങിയ കമ്പനീസ് ആണ് കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത്. വിപ്രോയും റിലയൻസും അപ്പോളോ ഹോസ്പിറ്റലും ഇൻഫോസിസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് സാധിച്ചു. അപ്പോൾ ഐ ടിയിൽ നിന്ന് വിപ്രോയും ഇൻഫോസിസും ഹെവി വെയിറ്റ് സ്റ്റോക്കായിട്ടുള്ള റിലയൻസും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ്. പക്ഷേ എങ്കിൽ കൂടിയും സെൻസെക്സ് 1300 പോയിൻ്റ് ഒരു ഇടിവ് രേഖപ്പെടുത്തി. സെൻസെക്സിൻ്റെ സ്പോട്ട് 77,566 എന്ന നിലയിലാണ് ഉള്ളത്. നിഫ്റ്റിയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ 400 അടുത്ത പോയിന്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. സെൻസെക്സിൽ 30 സ്റ്റോക്കിൽ 20 സ്റ്റോക്കും 25 സ്റ്റോക്കും നെഗറ്റീവിലാണ്, റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയിലോ 42 സ്റ്റോക്കും റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 12-ലധികം സ്റ്റോക്ക് 3% അടുത്ത് ഇടിവ് രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റിയിലും ഇടിവ് അതിതീവ്രമായി തുടർന്നു. 1763 പോയിന്റ് ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞു. IDFC, ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കിങ് കമ്പനീസിൽ വലിയൊരു ഇടിവ് രേഖപ്പെടുത്തി. ടയർ സെക്ടർ നോക്കുകയാണെങ്കിൽ ക്രൂഡിൻ്റെ വില ഉയരുകയാണ്. റോ മെറ്റീരിയൽ ചാർജ് ഉയരുമെന്നുള്ള കാരണം കൊണ്ട് JK ടയേഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനീസ് ഇടിവ് രേഖപ്പെടുത്തി. ഇൻഡിഗോ സർവീസ് ഡിസ്റപ്ഷൻ ഉണ്ട്. ഇൻഡിഗോ ഏകദേശം 8% ഇടിവ് രേഖപ്പെടുത്തി. അതുമാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് എക്സ്പോർട്ട് ബിസിനസ് ഇപ്പോൾ ഹാൾട്ടായിട്ടുണ്ട്. അരി ആവട്ടെ, തേയില, അതല്ലെങ്കിൽ ബനാന എല്ലാം തന്നെ വലിയ തോതിൽ കണ്ടെയ്നർ കെട്ടിക്കിടുകയാണ്, തേയില ഉൾപ്പെടെ. അപ്പോൾ ഏകദേശം $7 to 8 ബില്യൺ ഈ എക്സ്പോർട്ട് ഇഷ്യൂസ്, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമെന്ന് പുതിയ റിപ്പോർട്ട് വന്നു. ഈ ഓയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡെല്ലാം തന്നെ അതിശക്തമായിട്ട് $100 പെർ ബാരലിന് മുകളിൽ ഉയർന്നിട്ടുള്ളത്. BPCL ഉൾപ്പെടെയുള്ള BPCL, HPCL തുടങ്ങിയ കമ്പനീസ് 6% ഇടിവ് രേഖപ്പെടുത്തി. IOC ഉൾപ്പെടെ. PG ഇലക്ട്രോപ്ലാസ്റ്റ് ഇവരുടെ ഗ്യാസ് സപ്ലൈ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവും എന്നുള്ള കാരണം കൊണ്ട് 13% ഇടിവ് രേഖപ്പെടുത്തി. അതിനിടയിൽ മീഷോ ഇൻകം ടാക്സിൻ്റെ ഡിമാൻഡ് നോട്ടീസ് ഉണ്ടായിരുന്നു. മീഷോയും ഇടിവ് രേഖപ്പെടുത്തി. റുപ്പീസ് ഏകദേശം 92.35 ആണ് ഡോളറിനെതിരെ. റുപ്പീസും വീക്കാണ്. 8 ലക്ഷം കോടി ആണ് മാർക്കറ്റ് ക്യാപ്പ് ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ടായി പോയത്. ചില്ലറ ഫോൾ ആയിരുന്നില്ല ഇന്നുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു യുദ്ധത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിന് ശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു ഫോളാണ് നമ്മൾ ഇന്ന് കണ്ടത്. നമുക്ക് നിഫ്റ്റിയുടെ നമ്മൾ ചാർട്ട് കണ്ടു, ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. അതിന് മുമ്പ് നമുക്ക് ബിറ്റ്കോയിൻ്റെ ചാർട്ട് നോക്കാം. ബിറ്റ്കോയിൻ ഇപ്പോൾ നിൽക്കുന്നത് 67,000 ആണ്. ബിറ്റ്കോയിൻ കുറച്ചും കൂടി ഇതിൻ്റെ ലെവലുകളെല്ലാം തന്നെ ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത്ര നമ്മുടെ നിഫ്റ്റി പോലെയുള്ള വോളറ്റിലിറ്റി ബിറ്റ്കോയിനിലില്ല. ഡബിൾ ടോപ്പും ഡബിൾ ബോട്ടവും എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ബിറ്റ്കോയിനിൽ ഇന്ത്യൻ ബ്രോക്കറിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്നുള്ള ബ്രോക്കർ. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാം. ഈ നേരെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ കാണാൻ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് ഇടിഞ്ഞു, സിൽവർ ഇടിഞ്ഞു, ബിറ്റ്കോയിൻ കാണാം. ബ്രന്റ് ഓയിൽ ഇന്ന് 104 നാച്ചുറൽ ഗ്യാസ് 6% ഇടിവ്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഗംഭീര ഇടിവിലായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും ഇടിവിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 23 ഗിഫ്റ്റ് നിഫ്റ്റി അല്ല, ഇന്ത്യ വിക്സ് 23 ഇന്ത്യ വിക്സ് ഇന്ന് 17% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി. അപ്പോൾ ഇതിനിടെ ആകെ പിടിച്ചു നിർന്നിട്ടുള്ളത് റിലയൻസ് ആണ്. മെക്കറി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി റിലയൻസിനെ അപ്ഗ്രേഡ് ചെയ്തു. ക്രൂഡ് ഉയർന്നതുകൊണ്ട് സൗദിയിലെല്ലാം തന്നെ വലിയ കമ്പനിയായിട്ടുള്ള അരാംകോ എല്ലാം തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 52 വീക്ക് ഹൈയിലാണ്. ഉയർന്ന പ്രൈസിൽ അവർക്ക് ക്രൂഡ് സെല്ല് ചെയ്യാൻ സാധിക്കും. ഇതിനിടെ അദാനി പോർട്ട് ഹൈഫ തുറമുഖത്തിന് ഡാമേജ് ഉണ്ടായി എന്നുള്ള പേരിൽ കുറച്ച് വീഡിയോസ് പ്രചരിക്കുന്നുണ്ട്. സത്യമാണെന്ന് അറിയില്ല. അദാനി പോർട്ട് ഇന്ന് 4% ഇടിവ് രേഖപ്പെടുത്തി. ഇപ്പോൾ സിറ്റി ഗ്രൂപ്പ് പോസിറ്റീവായിട്ടുള്ള ഒരു
കമൻറ്റ് കൊടുത്തത് കാരണം ഇൻഫോസിസ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു, വിപ്രോ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു, റിലയൻസ് ഇന്ന് പോസിറ്റീവ് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ മറുഭാഗത്ത് IOC ഉൾപ്പെടെയുള്ള ഓയിൽ കമ്പനീസ് അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടേഴ്സ്, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള ട്രാവൽ കമ്പനീസ് എല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനൊരു യുദ്ധം എന്ന് പറയുന്നത് യുക്രൈൻ റഷ്യ വാർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നമുക്കറിയാം. ഏകദേശം ഒരു 4 വർഷം ആവുന്നുണ്ട്. അതുപോലെയല്ല ഈ ഒരു വാർ. കാരണം ഇറാനാണ് ഒരുപാട് ഗ്ലോബലി റഷ്യ നമ്മളുടെ ചൈനക്കൊക്കെ ഏറ്റവും കൂടുതൽ ഓയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഉറവിടം എന്ന് പറയുന്നത് ഇറാനാണ്. നാച്ചുറൽ ഗ്യാസ് ഇപ്പോൾ ഖത്തർ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഉണ്ടാക്കുന്നത് ഖത്തറാണ്. അപ്പോൾ ഇറാനിൽ മാത്രമല്ല ഗൾഫ് മേഖലയിലും ഓയിൽ പ്രതിസന്ധി. ഇനിയിപ്പോൾ ഒപെക് രാജ്യങ്ങളുടെ മീറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ തീരുമാനങ്ങൾ വളരെയധികം നിർണായകമാണ്. അതിനിടയിൽ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് US നിന്ന് വരുന്നുണ്ട് ബുധനാഴ്ച ദിവസം. അതിനിടയിൽ ഇന്ത്യയുടെയും US-ൻ്റെയും ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. ലോകം ഒരു മാന്ദ്യ സാധ്യതയിലേക്ക് പോകുമോ എന്നുള്ള രീതിയിൽ വരെ നമുക്ക് ഭീതി പടരുന്നുണ്ട് മാർക്കറ്റിലും പൊതുവേ. അപ്പോൾ എനിവേ കോഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. നാളെ രാവിലെ കാണാം. താങ്ക് യു ഓൾ.